ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പം നമ്മൾ മരണമാസിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മൂവി ഇന്നലെ നൈറ്റ് കണ്ടായിരുന്നു. ഓക്കെയാണ്, ബിലോ ആവറേജ് ഒന്നുമില്ല, എബവ് ആവറേജ് ആണ്. കൊള്ളാം, നല്ല മൂവിയാണ്. ഇപ്പം ഇറങ്ങിയൊരു 3 പടം ഇല്ലേ, ഏതൊക്കെയാണ്? ആലപ്പുഴ ജിംഖാന, പിന്നെ ബസൂക്ക, പിന്നെ ഈ ഒരു മൂവി മരണമാസ്. ഇത് വെച്ച് നോക്കുവാണെങ്കിൽ എൻ്റെ ഒരു റേറ്റിംഗ് വെച്ചിട്ട് ആലപ്പുഴ ജിംഖാന ഓൺ ടോപ്പ്, തൊട്ട് താഴെ മരണമാസ്, അത് കഴിഞ്ഞിട്ട് ബസൂക്ക. അപ്പോൾ എനിക്കങ്ങനെ തോന്നിയ എൻ്റെ ഒരു അഭിപ്രായമാണ്. മൂവി എങ്ങനത്തെയാണെന്ന് ചോദിച്ചാൽ ഫണ്ണാണ് മൂവി. ഫുൾ ഫണ്ണും കോമഡിയൊക്കെയാണ്. കുറേ എന്തു പറയാൻ, ഭയങ്കര ഫണ്ണായിട്ടുള്ള എലമെൻറ്റ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫണ്ണിൻ്റെ കൂടെ തന്നെ പുതിയൊരു സ്റ്റോറി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സീരിയൽ കില്ലറിൻ്റെത്, സീരിയലോ സൈക്കോ കില്ലറോ എന്തോ വേണമെങ്കിലും പറയാം. സോ അതൊക്കെ ആഡ് ചെയ്തിരിക്കുന്ന കിട്ടില്ലമായിട്ട് തോന്നി. നല്ലൊരു തീമിൽ അവർ ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇന്നിപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഞാൻ മൂവിയുടെ റിവ്യൂ പറയുന്നത്. ഇവിടെ അത്യാവശ്യം മഴയും പെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പം 8 ഡിഗ്രി ഒന്നുമാണ്, മഴ പെയ്യുന്നുണ്ട്. വെതർ കണ്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഫുൾ ക്ലൗഡി, റെയിനി, അങ്ങനത്തെ ഒരു വെതറായിട്ടില്ല. ഇപ്പം ഞാൻ ഒരു ചർച്ചിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇതൊരു പഴയ ചർച്ചാണ്. സോ ഇവിടെ അത്യാവശ്യം പാർക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടോ. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ റിവ്യൂ. സോ റിവ്യൂ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ശിവപ്രസാദ് എന്ന് പറയുന്ന പുള്ളിയാണ്. സിജു സണ്ണിയാണ് സ്റ്റോറി എഴുതിയിരിക്കുന്നത്. സിജു സണ്ണിനെ എല്ലാവർക്കും അറിയായിരിക്കാം. രോമാഞ്ച മൂവിയിലൊരു മെയിൻ ക്യാരക്ടറായിരുന്നു. ഈ മൂവിയിലും ഉണ്ട്. പുള്ളി നല്ല കിട്ടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി പിന്നെ നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ, പുള്ളിയൊക്കെ നല്ല കിട്ടിലുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൺവിൻസിങ് സ്റ്റാർ ആരാന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കമൻറ്റ് ഡ്രോപ്പ് ചെയ്യുക ആരാന്നുള്ളത്. ഞാൻ പറയുന്നില്ല നെയിം. സോ മൂവി നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണമെന്ന് വെച്ചാൽ പോയി കാണണം. കാരണം ഫണ്ണാണ്, ഫുൾ ഫൺ. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഫണ്ണാണ്, കോമഡിയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ബേസിൽ ജോസഫ് കിട്ടിലായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് പറ്റുന്ന റോളാണ് ശരിക്കും ഈ കോമഡി റോളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബ്രോ, മൂവി എങ്ങനെ ഉണ്ടായിരുന്നു മരണമാസ്? ഇഷ്ടപ്പെട്ടോ? ബസൂക്ക ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ഇഷ്ടപ്പെട്ടത്? മരണമാസ്. ഓക്കെ, പുള്ളിക്കും മരണമാസാണ് ഇഷ്ടപ്പെട്ടത്. ബസൂക്ക കൊള്ളില്ല എന്നല്ല, നമ്മുടെ ഒരു റേറ്റിംഗ് വെച്ചിട്ട് ആലപ്പുഴ ജിംഖാന, ദെൻ മരണമാസ്, ദെൻ ബസൂക്ക, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അല്ലാതെ മൂവീസ് എല്ലാം കൊള്ളാം. അവർ ഓരോരോ രീതിയിൽ ചെയ്യുന്നതല്ലേ. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ചില സ്റ്റോറീസ് മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ അവർക്ക് പറ്റിയൊരു തീമായിരിക്കത്തില്ല, അങ്ങനെയൊക്കെ വരാം. എന്തായാലും ഞാൻ എല്ലാ മൂവീസും പോയി കാണും. കൊള്ളാമെങ്കിലും കൊള്ളില്ലെങ്കിലും റിവ്യൂ കണ്ടാലും ഇല്ലെങ്കിലും ഞാൻ പോയി കാണും. സോ നിങ്ങൾ മരണമാസം മൂവി കാണണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. നല്ല മൂവിയാണ്, എല്ലാവരും പോയി കാണണം. കുട്ടികൾക്കും കാണാൻ പറ്റിയ മൂവിയാണ്. ഇതിലെടുത്ത് പറയേണ്ട വേറൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പുള്ളിക്കാരിയില്ലേ, എന്തുവാ, നാഗസൈന്ദ്രിക, പുള്ളിക്കാരിയുടെ വോയിസ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. വോയിസും ഒരു ചെറിയൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരിയും നമ്മുടെ കൺവിൻസിങ് സ്റ്റാറും തമ്മിലുള്ള കോൺവെർസേഷനൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര കോമഡിയാണ്, നല്ല രസമുണ്ട് അതെല്ലാം കാണാൻ. സോ അതൊക്കെ ഭയങ്കര ഒരു ഫൺ എലമെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ മൂവി എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് പോകുന്നത്. നമുക്ക് ബോറടിക്കത്തില്ല. നമുക്ക് നെക്സ്റ്റ് സീൻ എന്താണെന്നുള്ള അറിയാമെന്നുള്ളൊരു താല്പര്യമൊക്കെ തോന്നും. ബോറടിക്കത്തില്ല. നമ്മൾ സെയിൻസ്ബറി സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഫ്രൂട്ട്സ് ഐറ്റംസാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ആപ്പിളാണ്, നല്ല ആപ്പിളാണ്. 1.20 പൗണ്ട്സ്, ഓണിയൻസ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. ഈ സൈഡിൽ വരുമ്പം നമുക്ക് കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ് കാണാം. അല്ല, ഫ്രൂട്ട്സ് അല്ല, വെജിറ്റബിൾ ഐറ്റംസ്. അത് നമുക്ക് എടുത്തിട്ട് ഇവിടെ തന്നെ തൂക്കി നമുക്ക് ബില്ല് ചെയ്യാം. ഇതൊക്കെ കണ്ടോ, ബേബി പൊട്ടറ്റോസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. മേടിച്ചോ? ഇതാർക്കാ 2 ഓറഞ്ച്? എനിക്ക് ആപ്പിളാണ് വേണ്ടത്.
നിഖിൽ മോനാണ് എല്ലാം എടുക്കുന്നത്. ഇതെന്തുവാണ് എന്തോ സാധനം, ടെൻഡർ സ്റ്റം ബ്രോക്കോളി എന്താണ് എന്തോ. കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ഗൈസ്, കട്ട് ഫ്രൂട്ട്സ്. ഇത് മാംഗോ. ഇത് കുപ്പികളാണ്, കുപ്പികളുടെ കലവറാണ്. കുപ്പികൾ വേണ്ടവർ ഇവിടെ വന്നെടുക്കുക. ഇതുണ്ട് അബ്സല്യൂട്ട് വെനീലിയാണ്, വാനില ഫ്ലേവേർഡ്. 18 പൗണ്ട്സ്, 1800 രൂപ നാട്ടിൽ. ഇത് വൈറ്റ്ലി നീൽ ജിൻ 20 പൗണ്ട്സ്, 2000 രൂപ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലിക്കറിനൊക്കെ റേറ്റ് കുറവാണ്. ഈ ഒരു സൈഡിൽ വരുമ്പോഴാണ് ഇവിടെ ചിക്കനും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കാണുന്നത്. ചിക്കൻ നമ്മളന്ന് ആൽഡി കണ്ടില്ല, അതേപോലെ സെയിം ആ ഒരു രീതിയിൽ തന്നെ ഇവിടെ എല്ലായിടത്തും ചിക്കനൊക്കെ സെല്ല് ചെയ്യുന്നത്. ചിക്കൻ തൈസാണ് 2 kg. പിന്നെ ചിക്കൻ തൈസും ചിക്കൻ വിങ്സും നമുക്കെടുക്കാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. നിഖിൽ പറയുന്നത് ഇത് ഭയങ്കര സ്വീറ്റ് ആണെന്നാണ്. ഇത് നെക്ടറീൻ എന്നാണ് പറയുന്നത്. പ്ലം പോലെ ഇരിക്കുന്നു. നമുക്ക് എടുക്കുന്ന അത്. നിഖിൽ അതെടുത്തു. ഒരു ലീവ്സ് എന്തെങ്കിലും വേണോ? ലീവ്സ് mint leaf. I gave it to you. It's in your fridge. ഞാനും കുറച്ച് mint leaves എടുത്തേക്കാം. Actually, என்னட்ட இருக்கு அந்த பாக்ஸ்ல. You can take it from there. That's almost going to be rotten. Okay. എന്നാൽ നമ്മളത് കട്ട് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ഫ്രോസൺ ഐറ്റംസ് ആണ്. പ്രോൺസ് നമ്മൾ നേരത്തെ ആൽഡി കണ്ടില്ല, അതേപോലത്തെ സംഭവങ്ങൾ. ഇത് ബീഫിൻ്റെ സംഭവങ്ങളാണ്, ബീഫ് സ്റ്റേക്സ് ആണ്. ഇതെല്ലാം ബീഫ് ഐറ്റംസ്. ഇവിടുത്തെ ബീഫ് ഉണ്ടോ? ഭയങ്കര ബ്ലഡ് ഉണ്ട് അതിൽ, അതങ്ങനെ ഇരിക്കുന്നത്. പിന്നെ പോർക്ക് ഇവിടുത്തെ നല്ലതാണ്. ഇത് പോക്കാണ്. പിന്നെ അങ്ങോട്ട് സോസേജ്. ഇവിടെ കൂടുതലും ചിക്കനെക്കാളും പോർക്കാണ് ആൾക്കാർ കഴിക്കുന്നത്. ഇതെല്ലാം പോർക്ക് സോസേജാണ്, ചിക്കൻ സോസേജ് അല്ല. പിന്നെ ആ സൈഡിൽ നോക്കുമ്പോൾ കാർഡ്സ് ഒക്കെയാണ്, ഗ്രീറ്റിംഗ് കാർഡ്സും അങ്ങനെയുള്ള സംഭവങ്ങൾ. എന്താ ബ്രോ നോക്കുന്നത്? ഫിഷോ? ഫിഷ് സാൽമണൊക്കെ ഉള്ളൂ ബ്രോ. 2 slices. ഇത് ഫിഷാണ്. ഇതെന്തോ കാർഡോ? ഫിഷ് ഉണ്ടോ? ഇതൊരു കാർഡിൻ്റെ അത്ര സൈസേ ഉള്ളൂ. സാൽമൺ വേണം അവർ, അതായിരിക്കും. 7 പൗണ്ട്സ് സാൽമൺ. നിഖിലിൻ്റെ ഫ്രിഡ്ജ് വർക്കാവുന്നില്ല, അപ്പോൾ എല്ലാ സാധനവും എൻ്റെ ഫ്രിഡ്ജിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് കോളായില്ല, എനിക്കൊന്നും മേടിക്കണ്ട. അവൻ മേടിക്കുന്നില്ല, ഞാൻ യൂസ് ചെയ്യും. ഇത് റെഡി ടു ഈറ്റ് ഫുഡ് ഐറ്റംസ് ആണ്. സ്വീറ്റ് ചില്ലി നൂഡിൽസ് അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇത് ജസ്റ്റ് ഹീറ്റ് ചെയ്ത് കഴിച്ചാൽ മതി. അങ്ങനെ ഒരുപാട് ഫ്ലേവർ സംഭവങ്ങളുണ്ട്. റൈസും ചിക്കൻ കറിയും എല്ലാം റെഡി ടു ഈറ്റ് ആണ്. ചിക്കൻ ടിക്ക ബിരിയാണി, ഇതെല്ലാം റെഡി ടു ഈറ്റ് ഐറ്റംസ് ആണ്. സ്വീറ്റ് നാണാണ്, നാൻ, ഗാർലിക് നാൻ. ഇത് ചീസാണ്. മൈൽഡ് ചെഡാർ, ബ്രിട്ടീഷ് ചെഡാർ, ഡബിൾ ഗ്ലോസ്റ്റർ, ബ്രിട്ടീഷ്. ഒരുപാട് ചീസ് ഐറ്റംസ് ഉണ്ട് ഇവിടെ. സൈപ്രിയോട്ട് ചീസ്, മൊസറല്ല ചീസ് ബോൾസ്, റേറ്റഡ് പാർമിഗാനോ, അങ്ങനെ ഒരുപാട് ചീസ് ഐറ്റംസ് ഉണ്ട്.
പീറ്റ്സ ഐറ്റംസും വേറെയും കുറേ ഫ്രോസൺ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് ഗാർലിക് ആൻഡ് ഹെർബ്സ് ഫിലാഡൽഫിയ. ഇതെന്താ സംഭവം എന്ന് അറിയത്തില്ല. മേ ബി ചീസ്. ഇതും ചീസാണ്. വസാബി ചിക്കൻ ശരിയാക്കി അല്ലേ? 6 minutes. 800 watts. But I thought, look at this. ഇതാണ് ആ സംഭവം. ഏകദേശം നാട്ടിൽ 500 രൂപ വരും. 4.80 pounds. ഇവിടെ വരുമ്പം ഇവിടെ സ്പൂൺസ്, പിന്നെ മെഷറിങ് കപ്പ്, അങ്ങനെയുള്ള കട്ടിംഗ് ബോർഡ്സ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസാണ്. ഇത് ഫോട്ടോ ഫ്രെയിംസ്, ടവൽസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, ക്ലീനിങ് ഐറ്റംസും ഫോട്ടോ ഫ്രെയിംസും. ഇത് എനിക്ക് തോന്നുന്നു മസാലാസ് ആണെന്ന് തോന്നുന്നു. മസാലാസ് എന്താണ് ബ്രോ? ഇതെന്താന്ന് നോക്കിക്കേ. സോൾട്ട് ആൻഡ് പെപ്പർ. മസാല ഓർ സീസണിങ് പൗഡറാണോ? സീസണിങ് മിക്സ്. ഇറ്റ്സ് എ പൗഡർ. പൈസ അതെന്തോ പൗഡറോ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൽ ആഡ് ചെയ്ത് കഴിക്കാനായിരിക്കും മസാല. ഇത് ജ്യൂസിൻ്റെ സെക്ഷനാണ്. നമ്മൾ ആൽഡി സെയിൻസ്ബറി നോക്കുമ്പം സെയിൻസ്ബറി കുറച്ചുകൂടെ ഓഫർ അല്ല, ആൽഡി കുറച്ചുകൂടെ ഓഫറുള്ള സ്ഥലമാണ്. ഇതെല്ലാം ഇന്ത്യൻ മസാലാസാണ്. ഈ ഇരിക്കുന്ന എല്ലാം ഇന്ത്യൻ മസാലാസ്. ഈ സെക്ഷൻ ബേക്കറി ഐറ്റംസാണ്. കേക്ക്, അതുപോലെ തന്നെ ബൺ, ബ്രെഡ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ബ്രെഡൊക്കെ കണ്ടോ? ഇതെല്ലാം കേക്ക്സ് ആണ്. കപ്പ് കേക്ക്സ്, മഫിൻസ് എന്നും പറയും. ഇത് ബ്രെഡുകളാണ്. ഞാൻ ബ്രെഡ് ഇപ്പം കഴിക്കാറില്ല, നിർത്തി. ഒരു സ്ലൈസ് ബ്രെഡിൽ തന്നെ 100 കലോറീസൊക്കെ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് ബ്രെഡ് കഴിക്കാൻ നിർത്തി. ഇവിടെ ഫുൾ സാധനങ്ങളാണ്. ഇനിയും കുറേ കൗണ്ടേഴ്സ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. എഗ്ഗ് ഐറ്റംസ് ഒന്നും കാണിക്കുന്നതായിരിക്കും. വെറൈറ്റി ഐറ്റം തന്നെ എനിക്ക് കൊക്കോകോള കാണിച്ചത്. ഇതുണ്ട് ഗൈസ്, കൊക്കോകോള മിക്സ്ഡ് വിത്ത് ബക്കാഡി, സ്പൈസ്ഡ് റം കോള, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ജാക്ക് ഡാനിയൽസ് കൊക്കോകോള, അങ്ങനെ വെറൈറ്റി ഐറ്റംസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചത്. ഇതെല്ലാം അങ്ങനത്തെ സംഭവങ്ങളുള്ള സെക്ഷനാണ്, ഡ്രിങ്ക്സിൻ്റെ സെക്ഷനാണ്. പിന്നെ ചോക്ലേറ്റ്സിൽ വെറൈറ്റി ഈ ഒന്നും കണ്ടില്ല. മേ ബി വേറെ ഷോപ്പിലൊക്കെ കാണും. ഇത് ലിക്കർ സെക്ഷനാണ് ഗൈസ്. ഈ കാണുന്ന 2 സൈഡ് ലിക്കേഴ്സാണ്. ഇത് കണ്ടോ, ബഡ്വൈസറിൻ്റെ 4 എണ്ണം ഉള്ളത്, 568 ml ഉള്ളത്. 6.25 പൗണ്ട്, 600 രൂപ നാട്ടില. അതുപോലെ തന്നെ സ്റ്റെല്ല ആർട്ടോയ്സ് എന്ന് പറയുന്ന എല്ലാം ബിയർ. ഇത് ഷാമ്പെയിനും വൈനൊക്കെ ഉള്ളത്. പിന്നെ ലിക്കേഴ്സ്. ലിക്കേഴ്സ് കണ്ടോ, പല ബ്രാൻഡ്. മാർട്ടിനി 10 pounds. 10 pounds എന്ന് പറയുമ്പോൾ 1000 rupees. സ്മിർനോഫ് ആണ്. സ്മിർനോഫ് 1 liter 1900 rupees ഇന്ത്യൻ കറൻസി. പിന്നെ അബ്സല്യൂട്ടിൻ്റെ തന്നെ വേറെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്.
അതുപോലെ തന്നെ വേറെയും കുറേ ജിൻ ഐറ്റംസും ഇതുണ്ട്. ഇത് നല്ല രസമുണ്ട്. ജാപ്പനീസ് ബ്ലോസം, ഉക്കിയോ ജിൻ, അങ്ങനെ കുറേ നല്ല നല്ല ബോട്ടിൽസ് ഉണ്ട് ഇവിടെ. ഞാൻ ബോട്ടിലാണ് വേണ്ടി ഈ സെക്ഷനിൽ വരുന്നത്. മുകളിലും കുറേ നല്ല ബോട്ടിൽസ് ഉണ്ട്. ജോണി വാക്കർ ബ്ലാക്ക് ലേബൽ. ഒരുപാട് ഐറ്റംസ് ഈ സെക്ഷനിലുണ്ട്. ഇതെല്ലാം ബിയറാണ്. ഇനി ലാസ്റ്റ് സെക്ഷനിലാണ് ഫ്രോസൺ ഐറ്റംസ് കിട്ടുന്നത്. നമ്മൾ ഇനി ലാസ്റ്റ് സെക്ഷനിലോട്ട് പോകും. അവിടെയാണ് ഫ്രോസൺ ഐറ്റംസ് ഒക്കെ കിട്ടുന്നത്. പിന്നെ ഇവിടെയും സെൽഫ് ചെക്കൗട്ടാണ് ഉള്ളത്. നമുക്ക് ബില്ലടിച്ചിറങ്ങാം. എൻ്റെ ഈ ബാക്കിലൊക്കെ കാണുന്നത് പെറ്റ്സിൻ്റെ ഐറ്റംസാണ്. പെറ്റ്സിൻ്റെ ഫുഡും അങ്ങനെയുള്ള ഐറ്റംസ്. ഇത് നമുക്ക് വാഷിങ്ങിനുള്ള വാഷിംഗ് മെഷീൻ്റെ ലിക്വിഡും പൗഡേഴ്സും അങ്ങനെയുള്ള ഐറ്റംസ്. ആ സൈഡെല്ലാം കോസ്മെറ്റിക് ഐറ്റംസാണ്. ഷാമ്പൂ, മോയ്സ്ചറൈസർ, അങ്ങനെയുള്ള കുറേ സംഭവം. ഓ, നിഖിലിനെ കണ്ട്. നിഖിൽ വീണ്ടും വന്നിരിക്കുന്നു. എന്തൊക്കെ എടുത്തിട്ടുണ്ട്. ഫുൾ വൺ ഷോപ്പിംഗ് ആണ്. ജ്യൂസ്. എന്ത് ജ്യൂസാണ് ബ്രോ അത്? സ്മൂത്തിയാ? ഫ്ലേവർ? മാംഗോ. ആ, ഓ, എല്ലാം കൂടെ ചേർന്ന് മാംഗോ, ആപ്പിൾ, പാഷൻ ഫ്രൂട്ട്, അതെല്ലാം ചേർന്ന് സ്മൂത്തി. വരൂ. വേണ്ട, ഇത് മതിയാകുമ്പോൾ. ലാസ്റ്റ് സെക്ഷനും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഇവിടെ ഫ്രോസൺ ഐറ്റംസാണ് കിട്ടുന്നത്. ഗ്രീൻ പീസ്, കോളിഫ്ലവേഴ്സ്, പിന്നെ വെജീസ്, അങ്ങനെയുള്ള ഐറ്റംസ്. ഈ സൈഡ് വരുമ്പോൾ ഐസ്ക്രീംസ്, അങ്ങനെയുള്ള ഐറ്റംസാണ്. ഐസ്ക്രീംസ് ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് കൂടുതലും. ഹാഗൻഡാസ് ഉണ്ട്. പിന്നെ സ്നിക്കേഴ്സിൻ്റെയൊക്കെ ഐസ്ക്രീം ഉണ്ട് ഇവിടെ. സ്നിക്കേഴ്സ് വൈറ്റ് ഉണ്ട്. ഗൈസ്, ഇനി നമുക്ക് ബില്ലടിച്ചിട്ട് വരാം. ഇതാണ് സെയിൻസ്ബറിയുടെ അകത്തുള്ള കാഴ്ച. നമുക്കിനി ബില്ലടിക്കാം. പെപ്സി, മാക്സ്, മാംഗോ, ചെറി, പിന്നെ കുറേ ഫ്ലേവേർഡ് കൊക്കോകോള ഉണ്ട്. ഇത് ഡയറ്റ് കോക്കാണ്. ഗോൾഡ്. കുറേ വെറൈറ്റി ഡ്രിങ്ക്സ് ഇവിടെ കിട്ടും. സെയിം ആണ്, സെൽഫ് ചെക്കൗട്ടാണ്. സെയിം കൈൻഡ് ഓഫ് മെഷീൻ തന്നെ. അപ്പുറത്തെ സാധനം വയ്ക്കും, അടിച്ചിട്ട് ഇങ്ങോട്ട് വയ്ക്കും, അത്ര തന്നെ. നമ്മളങ്ങനെ സെയിൻസ്ബറിയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് പുറത്തിറങ്ങി. നിഖിലവിടെ ജ്യൂസ് പൊട്ടിക്കുന്നതിൻ്റെ തിരക്കില്ല. സോ ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. ബില്ലൊക്കെ അടിച്ചിറങ്ങാൻ നമുക്കിവിടെ. വലിയ പാടൊന്നുമില്ല. ഇന്നിപ്പോൾ മഴയാണ്, അതുകൊണ്ട് ഇങ്ങനെ തണുപ്പത്ത് നടക്കുക, ഇതൊക്കെയാണ് പരിപാടി. നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ വരുമെന്ന് പറഞ്ഞു, കവിൻ. പുള്ളിനെ ഒന്ന് മീറ്റ് ചെയ്യണം. ബ്രോ, എങ്ങനെയുണ്ട് അത്? കൊള്ളാവേ? ട്രൈ. കൊള്ളാം കൊള്ളാം. നല്ല ജ്യൂസ്. തണുപ്പത്ത് നല്ല തണുത്ത ജ്യൂസ് കുടിക്കാൻ നല്ല സുഖമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ അടുത്തുള്ള ആ ചർച്ചിൻ്റെ കുറച്ച് സീനിക്കായിട്ടുള്ള ഏരിയയിൽ എത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഇവിടേക്ക് എന്തോ പഴയ ചർച്ചിൻ്റെ ബിൽഡിങ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്.
ഇതാണ് ആ ചർച്ച്. ഭയങ്കര വലിയ ചർച്ച. നിഖില കണ്ടോ? നിഖില അവിടെ നിന്ന് ജ്യൂസ് കുടിക്കുക. നിഖില മോനെ ജ്യൂസ്. ഇതെല്ലാം ഭയങ്കര പഴയ ബിൽഡിങ്ങുകളാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പം കുറച്ച് ശവക്കല്ലറുകൾ കാണാം ഗൈസ്. ഇതൊക്കെയാണ്. ഇവിടെ ഒരു മരമുണ്ട് കേട്ടോ, നല്ല രസമാണ്. കുറേ പിങ്ക് ഷെയ്ഡ് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അതേ ആ കാണുന്നത് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഏരിയ ഭയങ്കര രസമാണ് കാണാൻ. ഹലോ വ്ളോഗ്, ഇറ്റ്സ് എ വ്ളോഗ്. ഇവിടെ ഉള്ളൊരു പുള്ളിയാണ്. അത് ഇലക്ട്രിക് ബൈക്കാണ്. ഭയങ്കര സ്പീഡിലാണ് പോണത് ഗൈസ്. വേറൊരു സത്യം പറയാം, ഇങ്ങനെയുള്ളവരാണ് മൊബൈലൊക്കെ സ്നാച്ച് ചെയ്തുകൊണ്ട് പോകുന്നത് അല്ലേ? കാരണം നമ്മൾ അറിയത്തില്ല, ഇലക്ട്രിക് ബൈക്കല്ലേ, ഒരു പതുക്കെ ബാഗിൽ കൂടെ വന്നിട്ട് മൊബൈൽ സ്നാച്ച് ചെയ്തിട്ട് സ്പീഡിൽ അങ്ങ് പോകും. ഈ പുള്ളി എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ളവരാണ്, ചാൻസസ് ആർ വെരി ഹൈ. സോ നമ്മളെപ്പോഴും കെയർഫുൾ ആയിരിക്കണം ഗൈസ്. ഈ കാണുന്നതെല്ലാം ശവക്കല്ലറുകളാണ്. ഇതൊക്കെ എന്ന് മരിച്ചു പോയ ആൾക്കാരാ. 1824, 1817 ആ ടൈമിലൊക്കെ മരിച്ചുപോയ ആൾക്കാരാ. ഈ ഒരു സൈഡിൽ വരുമ്പം ഇവിടെ ഈ ട്രീയുടെ ഫ്ലവേഴ്സ് എല്ലാം ഇങ്ങനെ കിടപ്പുണ്ട്. സി ഭയങ്കര ബ്യൂട്ടി ആയിട്ടുണ്ട്. ഇത് ബ്യൂട്ടി ആണെങ്കിലും തൊട്ടടുത്ത് നമ്മൾ കാണുന്നത് ആൾക്കാരുടെ ശവക്കല്ലറുകളാണ്. സോ ആ കാര്യം ആലോചിക്കുമ്പോൾ ഓക്കെ അല്ല. ഈ കാണുന്ന എല്ലാം ശവക്കല്ലറുകളാണ്. ചിലത് മാത്രമേ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് അവർ ബോർഡ് വെച്ചിട്ടുള്ളൂ, നെയിമും അങ്ങനെയുള്ള സംഭവങ്ങൾ. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം. അതിലേക്കും സീ യു, ബൈ. ബ്രോ ബൈ പറഞ്ഞോ.